Hi there. Once again, this is Jacob John, and as Siddharth introduced me, I'm really glad, Siddharth. Thank you so much for your introduction. Okay, അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. സിദ്ധാർത്ഥിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും വാല്യുബിൾ ആണ്. സത്യം പറയാമല്ലോ സിദ്ധാർത്ഥെ, അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, പേഴ്സണലി എനിക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, സിദ്ധാർത്ഥിന് പേഴ്സണലി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റഗ്രാം, യൂട്യൂബിൽ ക്വസ്റ്റ്യൻസിനെ കാട്ടി കൂടുതൽ ഞങ്ങൾക്ക് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ? അതെ, യെസ്. അപ്പം സിദ്ധാർത്ഥിനോട് നമുക്ക് ചോദിക്കാം. വീണ്ടും ടോപ്പിക് സെയിം ആണ്. ജർമ്മനിയിലെ എങ്ങനായിരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ, അല്ലെ പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലൈമറ്റ്. ചില ആൾക്കാർക്ക് ക്ലൈമറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് എക്സ്ട്രീം വിന്റേഴ്സ്, എക്സ്ട്രീം സമ്മേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ക്ലൈമറ്റ്സ് ഏത് രീതിയിൽ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും? ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ ഒരു ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ഒരു കൺട്രിയിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി വിൽ ബി ഹാവിങ് എ പാരഡൈം ഷിഫ്റ്റ്. അപ്പോൾ ആ ഒരു പാരഡൈം ഷിഫ്റ്റും ആ സെർച്ച് ഫോർ ഗ്രീനർ പാസ്റ്റേഴ്സും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലൈമറ്റുമായിട്ട് എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ടെൽ മീ അബൌട്ട് ജർമ്മനീസ് ക്ലൈമറ്റ്. ആൻഡ് ഇവിടുന്ന് ഒരു എംബിഷ്യസ് ആയിട്ടുള്ള ഒരു ആസ്പിറന്റ് ജർമ്മനിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് നമ്മൾ കരുതണം, എന്ത് കരുതലോടെ നമ്മൾ അവിടെ പോകണം റിലേറ്റഡ് ടു ക്ലൈമറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ ക്ലൈമറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജർമ്മൻ വിൻ്ററിനെ കുറിച്ച് തന്നെയാണ് ആദ്യം പറയേണ്ടത്. German winter is schrecklich. Like it is a little, how to say, it's a little tough to survive the German winter. പക്ഷേ എന്നിരുന്നാലും ഈ ജർമ്മൻ വിൻ്ററിനെ ആയാൽ പോലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ തീർച്ചയായിട്ടും എവറി പ്രോബ്ലം ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൊല്യൂഷൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അവിടുത്തെ ഇപ്പം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ഏത് സമയത്താണ് പോകാൻ പറ്റുന്നത്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, നമുക്കൊരു അങ്ങനെ ഒരു ടൈം സെലക്ഷൻ ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ സമ്മേഴ്സ് ആർ ദ ബെസ്റ്റ്. സമ്മേഴ്സ് ആർ ദ ബെസ്റ്റ്. സമ്മേഴ്സ് ആർ റിയലി ബെസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വിന്റേഴ്സ് കാണുന്ന പോലെ അല്ല. ലൈക്ക് എവറിബഡി, those who are not from a winter place, they'll be having the snow is falling, snowflakes are there, complete roadum, complete vicinity snow, thick layer of snow which cover ചെയ്തിരിക്കുന്ന ടൈമിൽ അവിടെ പോയിട്ട് സ്നോമാൻ ഒക്കെ ഉണ്ടാക്കി കളിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ചൊന്ന് എൻജോയ് ചെയ്യാം. ആ സ്നോയിൽ ബോൾസ് ഒക്കെ ഉണ്ടാക്കി ത്രോ ചെയ്യാം. ആ ഒരു സിനേറിയോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാര്യം നമ്മുടെ അതും വെറും ട്രോപ്പിക്കൽ ക്ലൈമറ്റ് പോലുള്ള കേരള പോലുള്ള ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ഡയറക്റ്റ് ജർമ്മനി പോലുള്ള ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ വെറും ഡൽഹിയോ അതുപോലുള്ള സ്ഥലത്ത് പോലും അല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ അതങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ തന്നെ ആയാലും നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ചേഞ്ച് ആണ്. അപ്പോൾ സമ്മേഴ്സ് ആർ റിയലി പ്ലസന്റ് ഇൻ ജർമ്മനി. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ജർമ്മനിയിൽ. വളരെ നല്ലൊരു പീസ്ഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഉള്ള ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്, ഒരു വെതറൊക്കെ നമുക്ക് വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള വെതർ കിട്ടുന്ന ഒരു ടൈമാണ് ഈ ഒരു സമ്മർ ടൈം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇൻടേക്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഇതിനോടൊപ്പം തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഏതൊക്കെ ഇൻടേക്സ്, എന്തായാലും സമ്മർ സീസൺ ആണ് ബെസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഏത് ഇൻടേക്സ് ആയിരിക്കും കുറച്ചുകൂടെ സൂട്ടബിൾ ദോസ് ഹു ആർ പ്ലാനിങ് ടു സ്റ്റഡി ഇൻ ജർമ്മനി? ഓക്കെ, അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി ആക്ച്വലി. ദർ ഇസ് എ സമ്മർ ഇൻടേക്ക് ആൻഡ് വിന്റർ ഇൻടേക്ക്. ഓക്കെ, അപ്പോൾ സമ്മർ ഇൻടേക്കിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും നമുക്കാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഇച്ചിരി കുറവാണെന്ന് റിലേറ്റീവ്ലി പറയുന്നത് കേൾക്കാം. കാര്യം വിന്റർ ഇൻടേക്സ് ആണ് ഹ്യൂജ് ഇൻടേക്സ് എന്ന് പറയുന്നുണ്ട്. അതൊരു സത്യാവസ്ഥയാണ്. പക്ഷേ എന്നിരുന്നാലും സമ്മർ ഇൻടേക്സ് നമുക്ക് കൂടുതലും ഡിസൈറബിൾ ആണ്, വളരെ നല്ലതാണ്. കാര്യം നമുക്ക് ഒരു ഇയർ ഒരു സ്റ്റാർട്ടിങ് ഒരു മിഡൊക്കെ ആകുമ്പോഴത്തേക്ക്, മിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സമ്മറാണ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ പറയുന്നതിൻ്റെ തൊട്ട് സെപ്റ്റംബർ, ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒക്ടോബർ അടുപ്പിച്ചൊക്കെ കയറുന്നതും വലിയ കുഴപ്പമില്ല. ഇപ്പം ഞാനൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു സെപ്റ്റംബർ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴായിരുന്നു എൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത്. അതേസമയം എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് അവർ വേറൊരു ടൈമിലായതുകൊണ്ട് അവരുടെ ഇൻടേക്ക് എന്ന് പറയുന്നത് മെയ്യിലായിരുന്നു. അത് പല യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ഒക്ടോബർ ആണ് കൂടുതലും മെയിൻലി ഇപ്പോൾ പറയുന്ന ഒരു ഇൻടേക്ക് എന്ന് പറയുന്നത്, ഒക്ടോബർ ഇൻടേക്ക്. പക്ഷെ തീർച്ചയായിട്ടും അതൊരു ഒക്ടോബർ ഇൻടേക്ക് വലിയ കുഴപ്പമില്ല. കാര്യം വിൻ്റർ ഇച്ചിരിയും കൂടെ ഒരു ശക്തിയായിട്ട് വരുന്നത് ഒരു ഒക്ടോബർ കഴിഞ്ഞ് നമ്മുടെ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കാണ്.
Okay, that's really nice. Okay, so I guess he has clarified ഏത് മാസം അല്ലെ ഏത് ഇൻടേക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. Those are planning to go to Germany and study or like just to fulfill your dreams. അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലൈമറ്റിന്റെ കാര്യം ചോദിച്ച പോലെ തന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചു കൊള്ളട്ടെ, മീഡിയം. കാരണം മിക്ക ഏജൻസീസ്, മിക്ക കൺസൾട്ടൻസീസിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവരെല്ലാം പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും ക്ലാസ്, ജർമ്മൻ ലാംഗ്വേജിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, അവിടെ ചെന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് C1 C2 അല്ലെ B1 B2 നിങ്ങൾക്ക് പഠിച്ചാലും മതിയാകും. A1 A2 just a basic German, just to introduce yourself, and when you go over there just to find out how you can cope with day-to-day life activities, അതിന് മാത്രമുള്ള ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മതി എന്ന് പറയും. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ? ശരിക്കും ജർമ്മൻ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്ത് മാത്രമുണ്ട്, അതോടൊപ്പം തന്നെ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ കോളേജസിൽ എങ്ങനെയാണ്? സോ പ്ലീസ് കുഡ് യു പ്ലീസ് ടെൽ us to our viewers. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ജർമ്മനിയിൽ. ഓക്കെ. കാരണം ഇപ്പോൾ ലെക്ചേഴ്സ് ഇപ്പോൾ നമ്മളൊരു വലിയ യൂണിവേഴ്സിറ്റി പോയി, ലെറ്റ്സ് എ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് ഫോർ എക്സാമ്പിൾ. അപ്പോൾ അവിടെ പോയാൽ പോലും ഇവിടുത്തെ ലൈക്ക് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വിൽ ബി ഇൻ ഇംഗ്ലീഷ് ഇഫ് ഇറ്റ് ഈസ് മാസ്റ്റേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബാച്ചിലേഴ്സ് ഇപ്പോഴും റിലേറ്റീവ്ലി ജർമ്മൻ ടോട്ടാണ് കൂടുതലും. ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആർ വെരി ഫ്യൂ, like not at all available, I would say. Okay. Here and there some courses are there, but then other than that they are very few. There are only a few. Okay, all right. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ ബാച്ചിലേഴ്സ് ഞാനൊക്കെ പോകുന്ന ആ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാസ്റ്റേഴ്സിന് ശരിയാണ് ഇംഗ്ലീഷ് മോഡുണ്ട്, പക്ഷെ ഇവിടുത്തെ എല്ലാം പ്രശ്നം എന്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിലെ ഇൻസ്ട്രക്ഷൻസ് പോലും ഇപ്പം നമ്മളൊരു ബോർഡ് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു ഇപ്പോൾ എവിടോട്ടാണ് ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ എവിടോട്ടാണ് എക്സിറ്റ്, അതെല്ലാം ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഇൻ ജർമ്മൻ. അതുപോലെ നേറ്റീവ് ലാംഗ്വേജ് തന്നെയാണ്. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ ലാബിൽ പോയി കഴിഞ്ഞാൽ തന്നെയും കൂടുതലും കമ്പ്യൂട്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ജർമ്മൻ സെറ്റ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വെൻഡിങ് മെഷീൻ, ഇപ്പം നമ്മളിപ്പം ബ്രെഡൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ലോഫ് കട്ട് ചെയ്തെടുക്കാം എന്നുള്ള അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒറിജിനൽ സിനാരിയോ അത് തന്നെയാണ്. അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് അല്ലെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫെസിലിറ്റിയിൽ നമ്മൾ പോകുമ്പം ഈവൻ ദ ബിൽ ബോർഡ്സ് മാത്രമല്ല സൈൻ ബോർഡ്സ് ഈ പറഞ്ഞതുപോലെ ഡയറക്ഷൻ കാണിക്കുന്നത് ഇതെല്ലാം ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അതെ, ചില ഏരിയാസിൽ they write do like for example in Berlin they do write in English sometimes. Okay. But sometimes it's mostly like you have to learn German. അത് ജർമ്മൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ജർമ്മനി. യെസ്, അതിനൊരു കോംപ്രമൈസും പറ്റത്തില്ലെന്ന് തന്നെയാണ് സിദ്ധാർത്ഥ് പറയുന്നത്. ബിക്കോസ് ഹി has spent what do you say more than 2 years over there and just he's on a break once again, let me remind you, and he's planning to go back to Germany soon. അപ്പം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ വായിൽ നിന്ന് ആ ഒരു സിനേറിയോയിൽ നേരിട്ട് അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു വിലമതിക്കുന്നത് തന്നെയാണ്. സോ ദാറ്റ് വാസ് റിയലി നൈസ്. സോ അപ്പം A1 A2 പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് B1 B2 C1 C2 തന്നെ വേണം എന്നാണോ ഈ പറയുന്നത്? നമുക്ക് ഇപ്പം ഒരു B1 B2 ഇറ്റ്സ് ഡിസൈറബിൾ. കാര്യം ഇതിനകത്ത് വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഈ പ്രൂഫ് ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഗോയത്ത് ആയാലും ഏതായാലും നമ്മളൊരു കോൺവെർസേഷണൽ ലെവലിലേക്ക് എത്തുമ്പോൾ അതൊരു B1 B2 ആവും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. B2 ഒക്കെ ആയാലേ നമുക്കൊരു ഒരു കോൺവെർസേഷണൽ ലെവൽ ജർമ്മനിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ ഒരു ബേസ് മോഡൽ A1 A2 കൊണ്ട് മാത്രം ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ട് സെറ്റിൽ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. പ്ലീസ് ട്രൈ ടു പ്രോഗ്രസ് ടുവേർഡ്സ് B1 B2 ആൻഡ് ഇഫ് പോസിബിൾ വൈ നോട്ട് C1 and C2, isn't it? C1 if you are actually planning to study in German medium only, I would recommend. You would recommend that. Yeah. So that's much better than getting it from here itself, isn't it? That's much better. Yeah. Okay. അതാണ് വേറൊരു സംഭവം. പിന്നെ C1 എന്ന് പറയുന്നത് ആ ഒരു ലെവലാണ്. ഏജൻസീസ് പറയുന്ന പോലെ നമുക്ക് അവിടെ ചെന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യണോ ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടം. അത് മാത്രമല്ല B2 എന്ന് പറയുന്ന ആ ഒരു സംഭവം വരെ ഒന്ന് ലെവലായി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈ ഏതാണ്ട് നമ്മുടെ വേണ്ട ഒരു ഗ്രാമാറ്റിക് സ്കിൽസ് ഒക്കെ ആ ഒരു നോളജ് അവിടെ കിട്ടിയിരിക്കുന്നു നമുക്ക്. ഓക്കെ, നമുക്ക് പിന്നെ നമുക്ക് പറഞ്ഞ് അങ്ങോട്ട് ഫലിപ്പിക്കാവുന്നതേ ഉള്ളൂ.
That's really nice. Okay, Siddharth, thank you so much. ഈ ഒരു രണ്ട് ഇൻഫർമേഷൻ തന്നത് തന്നെ അതൊന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എനിക്ക് ഏത് രീതിയിൽ പ്രിപ്പറേഷൻ ഞാൻ എടുക്കണം, അല്ലെ എന്തൊക്കെ പ്രിപ്പറേഷൻ ഞാൻ എൻ്റെ മനസ്സിൽ കരുതണം ബിഫോർ എംബാർക്കിംഗ് ടു എ കൺട്രി സച്ച് as like Germany, I would like to say that. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് എനിക്ക് ഒരുപാട് പ്രാവശ്യം റെപ്പിറ്റേറ്റീവ് ആയിട്ട് എനിക്ക് ആ കോമെന്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫുഡിൻ്റെ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻസ് സ്പെഷ്യൽ കോമെന്റ് ഇട്ടിട്ടുണ്ട്. ലൈക്ക് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ജർമ്മനി പോലത്തെ ഒരു ഷെങ്കൻ കൺട്രി ഏത് രീതിയിൽ വെൽക്കമിങ് ആണെന്നുള്ളത്. അപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിലായാലും അല്ലെ ഇന്ത്യയിൽ ത്രൂ ഔട്ട് ഇന്ത്യ wherever state you are actually residing or wherever you're residing, let me just tell you something. If we want to eat something, we can go out to the restaurants. അല്ലേ, നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഇപ്പം ഹോട്ടൽസിൽ പോകാം, നമുക്ക് കഴിക്കാം. Even if we have small stalls over there which we do call as roadside vendors, നമുക്ക് ഫുഡ് കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ട്രൈ ചെയ്യാം. അതുപോലെ ജർമ്മനിയിൽ ഇന്നിപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ സൗകര്യമില്ലായിരുന്നു, എനിക്ക് സൗകര്യപ്പെട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പുറത്ത് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്? റിലീജിയസ് ബിലീഫ് അല്ലെങ്കിൽ ബോൺ വീഗൻ, ബോൺ വെജിറ്റേറിയൻസ് ആൻഡ് ഓൾ. സോ ആ ഒരു കാറ്റഗറി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്? സോ കുഡ് യു പ്ലീസ് ജസ്റ്റ് ത്രോ സം ലൈറ്റ് റിഗാർഡിംഗ് ദീസ് ടോപ്പിക്സ് ആസ് വെൽ? ഷുവർ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വെളി കഴിക്കുന്നത് ഫുഡ് ഔട്ട്സൈഡ് അത് ജർമ്മനിയിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റിയലി? കാരണം യൂറോപ്പ് പൊതുവെ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അതുപോലെ ജർമ്മനിയിൽ ഈ എന്താണ് പറയുന്നത്, വെളിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഈസിലി ഗോ ഇഫ് യു വാണ്ട് സം ഫുഡ് വിച്ച് ടേസ്റ്റ് ഗുഡ് ഓർ സംതിങ്, ഇറ്റ് ക്യാൻ ഈസിലി ഗോ ഇഫ് യു വാണ്ട് എ മീൽ ലൈക്ക് ഇറ്റ് ക്യാൻ ഈസിലി ഗോ ഫ്രം 7 to 8 to up to 10 euros. That's pricey. That's pricey. അപ്പോൾ കുക്കിംഗ് അറിയിരിക്കുന്ന ഒരു it's a must. It is a must. Basic cooking, it'll be better if you know basic cooking and just to gather up something just to eat, not even looking at the taste, will be much better. Just you learn how to prepare. നമ്മൾ പിന്നെ ഞാനൊക്കെ അവിടെ ചെന്നാണ് കുക്കിംഗ് പഠിച്ചത്. എൻ്റെ ഫ്രണ്ട്സും അവിടെ ചെന്നിട്ടാണ് കുക്കിംഗ് പഠിച്ചത്. അവർക്കൊന്നും ഭയങ്കര കുക്കൊന്നും അല്ലായിരുന്നു അവരൊന്നും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് എന്നെ സംബന്ധിച്ച് അത് മിക്കവാറുമുള്ള നമ്മുടെ ഇവിടെ ഉള്ള ഒരു ചുറ്റുപാട് വളർന്ന ആൾക്കാർക്കൊന്നും അതായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഫ്രോസൺ വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ കിട്ടുന്ന ഫുഡ്, ഒന്നെങ്കിൽ മൈക്രോവേവബിൾ ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഫുഡ്സ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ready to eat type of meals and even cut vegetables which are frozen, but they do have some spices mixed with them. Yes, you can just toss it around and it around and then kind of heat them up and eat. That's nice kind of stuff. But there are some stalls sometimes, if you are in a very huge city like Berlin and all, or Munich and all, sometimes there are Turkish stalls. Oh, that's really nice. Middle East. A little bit of it's like a little bit of touch of the like Eastern European exactly stuff. So Middle East taste is also then in Turkey and all, I do guess so. They do have this what do you say, the soft bread that we call it as like khubz and everything, a little bit of different types of kebabs. Kebabs and exactly, like pizza, Turkish pizzas and a lot of chapati like stuff. I don't know, tortilla, I think so. Different types of tortilla, right? Exactly. Pita tortillas bread, sort of pita bread. And all of that actually അതൊരു 5 യൂറോസിനൊക്കെ കിട്ടും. അതൊരു നമ്മളൊരു മീൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് നിറയും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ അതൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. ലൈക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കില്ല. പക്ഷെ വി ക്യാൻ ജസ്റ്റ് ക്യാരി ഇറ്റ് ഓൺ. All right, so that's a wonderful information. So viewers, what I want to tell you is like Siddharth പറഞ്ഞിരിക്കുന്ന basic cooking skills ഉള്ളത് എപ്പോഴും ഹാൻഡിയാണ്. It's always, it will come to your rescue no matter where you are. അതിന് വേണ്ടിയിട്ടുള്ള groceries, items and objects, if you can gather together and if you have a provision for cooking, obviously cooking is something that is on the first priority, isn't it? പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ convenient ആയിട്ടുള്ള meals, 5 euro 3 euros ഒക്കെ കിട്ടുന്ന convenient ആയിട്ടുള്ള meals ഒക്കെ once in a while you can just help yourself onto those meals. അതെ, അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയി. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ വി ആർ സംടൈംസ് വെരി ലക്കി. കാരണം നമുക്ക് 3 മീലും പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല.
Oh. Lunch you can have from the mensa or the canteen. There are most of the universities are having concession for students. You get a meal for easily for 3 to 4 euros. That's actually a wonderful option, isn't it? Yeah. Plus you have veg options no matter what. Yeah, speaking Vegan about options. vegan option, yes. Vegan options. Speaking about those people, those who are like a totally vegetarian or those who don't want to touch meat at all. So how is it? അവർക്കുള്ള ഓപ്ഷൻ എന്തൊക്കെയാണ്? എല്ലാ ദിവസവും ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ. Okay. വളരെ ടു ബി വെരി ഫെയർ അബൌട്ട് ഇറ്റ്, ടു ബി വെരി ബ്ലണ്ട് അബൌട്ട് ഇറ്റ്, അതൊരു സത്യാവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വീഗൻ ഓപ്ഷൻസ് ഉണ്ട്. Okay. എല്ലാ ദിവസവും വീഗൻ ഓപ്ഷൻസ് ഉണ്ട്. ചില ദിവസം വീഗൻ മാത്രമേ കാണൂ. അങ്ങനെയും വീഗൻ ഡേയ്സ് ഒക്കെ ഉണ്ട്. അവരങ്ങനെ ഫോർ ദ എൻവയോൺമെൻറ്റ് ദേ ആർ ആക്ച്വലി ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ് ദേ ആർ ആക്ച്വലി ടേക്കിംഗ് സച്ച് സ്റ്റെപ്സ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട്. പിന്നെ വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ദേ ആർ പ്ലെന്റി അവൈലബിൾ. Plenty of vegetables and plenty of fresh fruits. Right from the orchard. Right from the orchard. Orchard, exactly. Orchard, yeah. I mean, people over there are really privileged, I would like to say that. ഇപ്പം Yep. നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഷമടിച്ച ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അന്യ സംസ്ഥാനത്തിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ what's that is saying that right from the orchard you can get fresh fruits and vegetables. You know, farmers are there who are cultivating it for you, and insecticides and pesticides and rates ഒക്കെ വളരെ ലോ ആയിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അതെ, അല്ലേ? തീർച്ചയായും, ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് എ ടോട്ടലി വണ്ടർഫുൾ ഫാക്ടർ. പിന്നെ അതോടൊപ്പം തന്നെ നോൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരാണ് കൂടുതലും ഉള്ളത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വെജിറ്റേറിയൻ സൈഡ് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് യെസ്, there are vegetarians, but the problem is like it'll be much better if you just opt for a little bit of a non-veg food. But yes, you can find out your own way, isn't it? Yeah, definitely. Yes, Even definitely. I am actually a person who doesn't eat meat. Oh, really? Yes, I only Wonderful. eat egg, and so Okay, he's an eggetarian. All yeah, right. eggetarian. So I mostly prefer veg food, and because of that, even in the canteen, I used to just buy. I used to make dal, broccoli, cauliflower, mushrooms. Oh, that's all really of nice. So that, these and are rice all and basic. You know, the cruciferous vegetables are all basic vegetables that you can easily prepare with a little bit of a dressing, maybe a salad dressing. You know, just Yeah. steam it up and Yeah. add salt and pepper, and along with that, you can add a little bit of salad dressing, and you can just have it. So those are all fun meals. Even I do sometimes cook it all by myself. Yes. Okay, so that was really nice. You know, ഇതൊരു ബേസിക് ആസ്പെക്ട് ആണ്. ലൈക്ക് ആൾക്കാർക്ക് പുറത്ത് പോയി ഫുഡാണ് അത്യാവശ്യം, പിന്നെ അതോടൊപ്പം തന്നെ ക്ലൈമറ്റ് വളരെ അത്യാവശ്യമാണ്. ഇവിടുന്ന് തന്നെ ഒരുപാട് ജാക്കറ്റ് ഒക്കെ വാങ്ങിച്ച് ഭയങ്കര സ്നോവി വിൻഡി ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടാണ്. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ദാറ്റ് യു ഹാവ് ആക്ച്വലി സോൾവ്ഡ് ഇറ്റ്. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ആണ്. അപ്പാർട്ട്മെന്റിന്റെ റെന്റ് എന്തുമാത്രം ആയിരിക്കും, എത്ര യൂറോ കൊടുത്താൽ നമുക്കൊരു കോംഫി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് കിട്ടും? കാരണം നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ആണ്. കൺട്രീസ് സച്ച് ആസ് കുവൈറ്റ്, ദുബായ്, സൗദി ആൻഡ് ഓൾ, യു ഡു ഹാവ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് അല്ലേ? നമുക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഷെയറിംഗ് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ ഈ ഒരു സിസ്റ്റം ജർമ്മനിയിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ടോ? കാരണം ഓരോ കൺട്രിക്കും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് വെൻ ഇറ്റ് കംസ് ടു അക്കോമഡേഷൻ അല്ലേ? സോ അക്കോമഡേഷൻ ഏത് രീതിയിലാണ്? നമുക്കൊരു ഒരു വീടായിട്ടാണോ അക്കോമഡേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന? ഒരു 5-6 പേര് ചേർന്ന് എടുക്കുവാണോ, അതോ അപ്പാർട്ട്മെന്റ്സ് ആണോ? ആൻഡ് എത്ര യൂറോ വരെ നമുക്ക് അതിൽ സ്പെൻഡ് ആകും? സോ ഇറ്റ് ബി റിയലി നൈസ് ഇഫ് യു കുഡ് ജസ്റ്റ് ടെൽ മീ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൂടുതലും അപ്പാർട്ട്മെന്റ്സ് ആണ്. കൂടുതലും അപ്പാർട്ട്മെന്റ്സ് ആണ് വോണും, അതായത് വോൺ ഗെമൈൻഷാഫ്റ്റ് എന്നൊക്കെ പറയുന്ന അപ്പാർട്ട്മെന്റ്സ്. അതായത് നമ്മുടെ ഒരു കുറേ പേര് ഉള്ള ഒരു ലിവിങ് ടുഗദർ ലൈക്ക് കൈൻഡ് ഓഫ് സെറ്റപ്പ്, ലൈക്ക് നോട്ട് living together in the sense like, you know, people living together, not like couples all living right, together. okay, fine. So, you know, English is totally a language. When you use one particular aspect, it has a lot of meaning. Okay. I mean, the German meaning is Wohngemeinschaft. It means living society or something. Exactly, or yes. togetherness. Living togetherness is the meaning of that word, Wohngemeinschaft. Okay, so that is basically what I had thought. Anyway. Yes, I totally understood. Yeah. Okay. അപ്പോൾ കുറേ പേര് ഉള്ള, അതായത് നമുക്കൊരു റൂം കാണും, 3 റൂം, 1 kitchen and 1 bathroom, like right. 1 toilet, like that, or 1 bath and simmer. Okay, like that it will be. So mostly that's the kind of layout which is the cheapest, I would say. Okay. And prices ഇപ്പം നമ്മൾ സിറ്റി ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ it can go from
800, it can easily cost you 700 to 900 euros per month. ഇച്ചിരി പ്രിറ്റി പ്രൈസി ആണ്. പക്ഷെ എനിക്കൊക്കെ ലക്കി ആയിരുന്നു, യൂണിവേഴ്സിറ്റി ഡോംസിലായിരുന്നു എനിക്ക് ഉള്ളത്. അപ്പൊ ഈ ഡോമിന്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം പറഞ്ഞു, ഇപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ബാത്റൂം കാണും, പിന്നെ അതോടൊപ്പം തന്നെ ഒരു റൂം കാണും. യു മൈറ്റ് ബി ഹാവിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രൊവിഷൻ ടു കുക്ക് ആസ് വെൽ, അല്ലേ? യെസ്. അപ്പം അതും ഡോമും വെച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് മച്ച് മോർ കൺവീനിയന്റ്. ആസ് ഹി സെഡ് ദാറ്റ് ഹി ഈസ് വെരി ലക്കി when initially when you went to Germany you got a dorm facility and everything and you were totally okay with it. ഡോം ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് വോൺഹൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോർമിറ്ററി ഒന്നും അല്ല. ഓക്കെ. അതും ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഓ റിയലി? അല്ല നമ്മുടെ നാട്ടിലെ പോലെ വലിയൊരു ഹാൾ ആക്ച്വലി എനിക്ക് എന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് എന്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 റൂം, അതിനകത്ത് ഒരാള് ഒരു റൂമില് അല്ലെങ്കിൽ 2 പേര് മാക്സിമം ഒരു റൂമില്, 2 beds in a room, പിന്നെ 1 kitchen 1 bathroom. Like that's the arrangement. That is that is the ample privacy that you can get. Yep. Yes, you're having your own privacy even though you're sharing the room with somebody, but still അത് rare cases ൽ മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലേ? നമ്മൾ റൂം ഷെയർ ചെയ്യുന്നത് ആണെങ്കിൽ നോർമൽ ആണ്. റൂം ഷെയർ ചെയ്യുന്നത് നോർമൽ ആണ്. I just had to pay them about 250 to 300 euros. വളരെ ചീപ്പാണ്. അപ്പോൾ ഈ ഒരു റൂം ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, റൂം ഷെയർ ചെയ്തില്ലെങ്കിൽ എൻ്റെ കേസിൽ വിൽഡാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജീവിച്ചത്. ബെർലിൻ ഒരു 40 കിലോമീറ്റേഴ്സ് ആണ് മെയിൻ സിറ്റിയിൽ നിന്ന്. ഒരു 40 കിലോമീറ്റേഴ്സ് മീൻസ് ജസ്റ്റ് 40 to 50 minutes in Germany. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഒരു 450 euros ആണ് ഞാൻ പേ ചെയ്തുകൊണ്ടിരുന്നത് ആസ് എൻ ഐൻസൽ സിമ്മർ മീൻസ് സിംഗിൾ റൂം. അങ്ങനെയാണ് ഒരു. നമ്മളിപ്പം ചെല്ലുന്നുണ്ട് ഏജൻസീസിന്റെ ഹെൽപ്പ് അല്ലെ കൺസൾട്ടൻസീസിന്റെ ഹെൽപ്പ് നമ്മൾ, കാരണം അക്കോമഡേഷൻ ഫുഡ് ആൻഡ് ലോഡ്ജിംഗ് എന്നൊക്കെ പറഞ്ഞ അവരൊരു ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കാറുണ്ട്. നമ്മൾ അത് സൂക്ഷിക്കണം അല്ലേ? സൂക്ഷിക്കുക. ഓക്കെ. കാരണം നമ്മൾ ഏജൻസീസ് മാത്രമല്ല അവിടെയും അക്കോമഡേഷൻ തരാം എന്നൊക്കെ പറഞ്ഞ് പൈസ മേടിച്ചിട്ട് നമുക്ക് തരാത്ത ഒരു അവസ്ഥ പ്രത്യേകിച്ച് ബെർലിനിലൊക്കെ കണ്ടുവരുന്നു. ഡെഫിനറ്റ്ലി ഞാൻ അതുപോലത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് I just thought that let me clarify it with a person who is residing in Germany. Just came for a break. Okay, tell me. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഒരു വോണും അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ബെർലിൻ മെയിൻ സിറ്റിയുടെ ഏരിയയിൽ ആദ്യം ചെന്നപ്പോൾ അവിടെ ഒരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല യൂണിവേഴ്സിറ്റിയുടെ ഒരു അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു വോണും ഇങ്ങനെ നോക്കി, ഒരു അപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ നോക്കി. അപ്പോൾ അവരെല്ലാം സെറ്റാക്കി, എല്ലാം റൂമൊക്കെ കാണിച്ചു, എല്ലാം പൈസ ആണെങ്കിൽ ഒരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡെപ്പോസിറ്റ് കൊടുത്തു. അത് ദിസ് വാസ് ഓൾറെഡി എ റെന്റഡ് റൂം. അങ്ങനെ പൈസ പോയി. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം. സോ നമുക്ക് അവിടെ ചെന്നിട്ട് അന്വേഷിക്കാൻ കോളേജിൽ ഡോം നമ്മൾ ആദ്യം അഥവാ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ അഡ്മിഷൻ ടൈമിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും നമുക്കല്ലേ? അതെ, തീർച്ചയായിട്ടും നമുക്ക് പറ്റും. തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നതാണ്. പക്ഷേ അവിടെ ഈ ഒരു പ്രത്യേകിച്ച് ബെർലിനിൽ റൈറ്റ് നൗ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എങ്ങനെയും ഒരു അക്കോമഡേഷൻ കിട്ടിയാൽ ഭാഗ്യം, അത്രയേ ഉള്ളൂ. അതാണ്. അല്ല നമ്മളവിടെ ചെന്നിട്ട് ടെമ്പററി ആയിട്ട് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് അവിടെ അഡ്മിഷൻ എടുക്കുകയാണ് ഒരു കോളേജിൽ, അപ്പോൾ ടെമ്പററി ഒരു അക്കോമഡേഷൻ കാണും ആൻഡ് ദിൽ ഗിവ് യു ടൈം ടു ഫൈൻഡ് അനദർ അക്കോമഡേഷൻ. അതൊരു സത്യാവസ്ഥയാണ്. അതിലൊക്കെ യൂണിവേഴ്സിറ്റീസ് ഐ വുഡ് സേ ദേ ആർ വെരി ഹെൽപ്ഫുൾ. ഓക്കെ, ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് ആർ ഇൻ ദോസ് വേസ് വെരി ഹെൽപ്ഫുൾ. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ആംപിൾ ടൈം ഉണ്ട്, നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ തന്നെ കണ്ടുപിടിക്കാൻ ടൈം ഉണ്ട്. ദി ഓൺലി തിങ് ഇസ് ലൈക്ക് യു ജസ്റ്റ് ഹാവ് ടു ബി വെൽ എക്വിപ്ഡ് ഇൻ കേസ് ഓഫ് ഫിനാൻസ്. അല്ലാതെ ഇവിടുന്ന് തന്നെ അക്കോമഡേഷൻ എല്ലാം റെഡി ആക്കിയിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ചെന്നിട്ട് ആ ഒരു കാശ് ലൂസ് ചെയ്യാതിരിക്കുക. ഓൾ റൈറ്റ് സിദ്ധാർത്ഥ്, താങ്ക് യു സോ മച്ച്. ആ ഒരു കിട്ടിയ കോമന്റ്സിൽ, റിപ്പീറ്റഡ് കോമന്റ്സിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സിദ്ധാർത്ഥിനോട് ചോദിച്ചപ്പോൾ അത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുന്നു. സിദ്ധാർത്ഥ് അത്രയും വണ്ടർഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ എം ആക്ച്വലി വെയിറ്റിംഗ് ഫോർ furthermore questions from the viewers, those who are planning to go to a country such as Germany either to study or to work, to know more about what precautions you have to take and what preparations you have to make before embarking to Germany. Once again, Jacob John and Siddharth G. Kumar, today's video is a wonderful one. I hope so. And if you have any doubts, please do write in the comment section or you can directly call us. Ciao from my side and cheers.